ഹലോ, ഇത് എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച് എല്ലാവരും കൂടെ ഓടിപ്പോന്നെ? ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. എന്നിട്ട് ഈ ചാനൽ കയറി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കൂടെ നിങ്ങൾക്ക്? എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യടോ. അപ്പോൾ ഇന്ന് എൻ്റെ തന്നെ സ്വന്തം ക്രിയേഷനായ ബ്രെഡും മാഗിയും വെച്ചൊരു റെസിപ്പിയാണ്. ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ ഇപ്പം തോന്നിയ ഒരു ഐഡിയ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് മാഗി തയ്യാറാക്കി എടുക്കണം. മാഗി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ അരമുറി തക്കാളി, അതുപോലെ തന്നെ അരമുറി സവാള, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊന്ന് എണ്ണയിലിട്ടൊന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് വഴന്ന് വരണ്ട. അതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ, പാക്കറ്റിൽ കിട്ടുന്ന അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതെല്ലായിടത്തും മസാല പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ മാഗി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാഗി ഒന്ന് ഇട്ട് കൊടുക്കണം. മാഗി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക. അതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ഫില്ലിങ് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രെഡിൽ എടുത്ത് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ലാസ്റ്റ് നമ്മുടെ മാഗി എല്ലാം റെഡിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് മുട്ടയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കുന്നുണ്ട്. അത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മുട്ട ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാവുന്നതാണ്, അതും ഓപ്ഷണലാണ്. അപ്പോൾ എനിക്ക് ഈ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായി തോന്നുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡ് വേണം. അപ്പോൾ ബ്രെഡ് എടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ 4 സൈഡും നമ്മുടെ ബ്രൗൺ കളറുള്ള അരുവുകളില്ലേ, അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതെടുത്ത് മാറ്റി വെക്കരുത്, അത് നമുക്ക് ആവശ്യമാണ്. ആ കട്ട് ചെയ്തെടുത്ത പീസ് എന്ത് ചെയ്യുന്നു, മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ പൊടിച്ചെടുത്തത്. അതിനുശേഷം നമ്മുടെ ഈ ബ്രെഡ് പീസ് ഇല്ലേ, അതെടുത്ത് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം മുക്കിയപ്പം ഓവറായിട്ട് മുങ്ങിപ്പോയി. അതാണ് ഇവിടെ പൊടിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. താഴെ നമ്മൾ പൊടിഞ്ഞ് വീഴും. അങ്ങനെ വരില്ല, ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചത്. മുക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോണ്ട രൂപത്തിലോ അതുപോലെ തന്നെ റോളിൻ്റെ രൂപത്തിലോ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോണ്ട രൂപത്തിൽ റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ നീളമുള്ള ഇതേപോലത്തെ ഷേപ്പിലും ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസിലല്ലേ അതിലിട്ടൊന്ന് ഒരു കോട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തോനെ എണ്ണയൊന്നും നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. കാരണം ബ്രെഡ് കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണയൊന്നും ഒഴിക്കരുത്, അത് ഭയങ്കരമായിട്ട് നമുക്ക് ശരീരത്തിന് അല്ലെങ്കിലും എണ്ണമയം നമുക്ക് ശരീരത്തിന് കേടാണ്. എന്നാലും വല്ലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. എന്നിട്ട് ഞാൻ തന്നെ പറയുകയാണല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ചെയ്തിട്ട് തിരിച്ചിടുക. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് തിരിച്ചിടുക. പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ടൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ലാസ്റ്റ് നിങ്ങൾ കണ്ടാൽ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മുടെ മാഗിയൊക്കെ ഇരിക്കും, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവൾ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.